السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ സുന്ദരമായ വെള്ളിയാഴ്ച അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ അവൻ നമ്മൾക്ക് അവസരം തന്നു. അൽഹംദുലില്ലാ. നമ്മളെല്ലാവരും ഒരു ഉപകാരം നൽകപ്പെട്ടാൽ അതിന് നന്ദി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നന്ദി ലഭിക്കാതെ വരുമ്പോൾ ചിലപ്പോഴൊക്കെയും നമ്മളേറെ പ്രയാസപ്പെടാറുണ്ട്. വളരെയേറെ അധ്വാനിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുത്തു, ഒരു നല്ല വാക്ക് പോലും അവരിൽ നിന്ന് ലഭിച്ചില്ല. അത്തരം ആളുകളെ കുറിച്ച് ചിലപ്പോഴെങ്കിലും നമ്മൾ പറയും, അവനൊരു നന്ദിയില്ലാത്തവനാണ് എന്ന് പറയാറുണ്ട്. എല്ലാ ജീവികളും അവർക്ക് സാധ്യമാവുന്ന രീതിയിൽ നന്ദി ചെയ്യാറുണ്ട്. നമ്മളെല്ലാവരും നമ്മെ ശരീരത്തെ സ്പർശിച്ചാൽ 7 തവണ കഴുകാറുണ്ട്. നായ അതിൻ്റെ നനവ് നമ്മുടെ ശരീരത്തിൽ പറ്റിയാൽ അതിലൊരു തവണ മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ട് കഴുകാറുണ്ട്. എന്നാൽ ആ നായയെക്കുറിച്ച് സാധാരണഗതിയിൽ എല്ലാവരും പറയാറുണ്ട്, വളരെ നന്ദിയുള്ള ഒരു മൃഗമാണ് നായ എന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യന്മാർ, ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യൻ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള മനുഷ്യൻ പലപ്പോഴും നന്ദി ചെയ്യാൻ മറന്നു പോവുകയാണ്. എന്ന് മാത്രമല്ല, കടുത്ത നന്ദികേട് മനുഷ്യർ കാണിക്കുന്നു. അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ആദിയാത്തിന്റെ 6-ാമത്തെ ആയത്തിൽ മനുഷ്യരിൽപ്പെട്ട ചിലരെ കുറിച്ച് പറയുന്നത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് എന്നാണ്. നിശ്ചയം മനുഷ്യൻ ലിറബ്ബിഹി, തൻ്റെ റബ്ബിനോട്, തൻ്റെ രക്ഷിതാവിനോട്, ലകനൂദ്, കടുത്ത നന്ദികേട് കാണിക്കുന്നവനാണ്. അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ സഗൗരവം പറയുന്ന ഒരു വിഷയമാണത്. ഓരോ അനുഗ്രഹങ്ങൾ ലഭിക്കുന്തോറും നന്ദി വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ അതിൻ്റെ വിപരീതമാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. നിഅമത്ത് വർദ്ധിക്കുമ്പോൾ നന്ദികേട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ കാണുന്നു. ഓരോ നിഅമത്തുകളും അള്ളാഹുവിങ്കിൽ നിന്ന് നമ്മൾക്ക് വരുമ്പോൾ അത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് നൽകപ്പെട്ടത് എന്നത് നാം മറന്നുപോകുന്നു. വളരെയേറെ ദുരന്തപൂർണമായ ഒരവസ്ഥയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ദുസ്വഭാവമാണ് നന്ദികേട് എന്ന് പറയുന്നത്. ഏതൊരനുഗ്രഹം നമ്മിലേക്ക് വരുമ്പോഴും നമ്മൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി മാറണം. കൂടുതൽ വിനയാന്വിതന്മാരായി നമ്മൾ മാറണം. മഹാന്മാരായ അമ്പിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ സ്വഭാവം അതാണ്. അള്ളാഹു തആല വലിയ മഹത്വം കൊടുത്തു മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിന്. അദ്ദേഹത്തിന്റെ പ്രജകൾ ആർജിച്ച മഹത്വം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മഹാനവർകൾ ഒരിക്കൽ ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരാൻ വേണ്ടി തൻ്റെ സദസ്യരോട് ആവശ്യപ്പെടുന്നു. വളരെ പെട്ടെന്ന് ആര് കൊണ്ടുവരും? ഞാൻ ആ കഥ കൂടുതൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എത്രയും വേഗം ആര് കൊണ്ടുവരുമെന്ന് ചോദിച്ചപ്പോ ജിന്നുകളിൽപ്പെട്ട അവരുടെ നേതാവ് പറഞ്ഞു, അങ്ങീ സദസ്സ് പിരിച്ചുവിടുന്നതിന് മുമ്പ് കാടങ്ങൾക്കപ്പുറത്തുള്ള ബൽഖീസിന്റെ രാജസിംഹാസനം ഞാനിവിടെ കൊണ്ടുവന്നു തരാം. അതുപോരാ, അതിലും വേഗം ആര് കൊണ്ടുവരുമെന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ കിതാബിൽ അറിവുള്ള ഒരു മനുഷ്യൻ ആ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ കാഴ്ച അങ്ങയിലേക്ക് തിരിച്ചു വരുന്നതിന് മുന്നേ, വളരെ പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ബൽഖീസിന്റെ രാജസിംഹാസനം അങ്ങയുടെ മുന്നിൽ കൊണ്ടുവന്നു തരാം എന്ന് അദ്ദേഹം പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ പറയുന്ന സംഭവമാണ്. പറഞ്ഞു തീർന്നില്ല. ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദഹു,
കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ബൽഖീസിന്റെ സിംഹാസനം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ കൊണ്ടുവന്ന ആ ഒരു സന്ദർഭത്തിൽ മഹാനവർകളുടെ ആദ്യത്തെ പ്രതികരണം ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യത്തിൽപ്പെട്ട വലിയ ഒരു ഔദാര്യമാണ്. ഇതെന്റെ പവർ കൊണ്ടുണ്ടായതല്ല, ഇതെന്റെ റബ്ബ് എനിക്ക് തന്ന വലിയ ഒരു ഔദാര്യമാണ്. എന്തിനാണ് ഈ ഔദാര്യം എനിക്ക് തന്നത്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഒരനുഗ്രഹം നമ്മെ തേടി വരുമ്പോ ആ അനുഗ്രഹം എന്തിനാണ് വന്നത്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എനിക്ക് അല്ലാഹു മക്കളെ തന്നത് എന്നെ പരീക്ഷിക്കാനാണ്. എന്റെ കച്ചവടം ദൈനംദിനം വിപുലീകരിക്കപ്പെട്ടത് എന്നെ പരീക്ഷിക്കാനാണ്. ഞാൻ എഴുതുന്ന പരീക്ഷകളിൽ എനിക്ക് ഉന്നതമായ വിജയം തന്നത് എന്നെ പരീക്ഷിക്കാനാണ്. എന്റെ ഉദ്യോഗത്തിൽ എനിക്ക് കയറ്റം കിട്ടിക്കൊണ്ടേയിരുന്നത് എന്റെ തൊലിയുടെ അല്ലെങ്കിൽ എന്റെ പണത്തിന്റെ ഒന്നും മഹത്വം കൊണ്ടല്ല, ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ ഒരു ചിന്തയാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം പറയുന്നു, ഈ സിംഹാസനം ഇന്നെന്റെ മുന്നിലേക്ക് കണ്ണ് തുറക്കുന്നതിന് മുമ്പേ എത്തിച്ചേർന്നത് ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുറു, ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് മഹാനവർകൾ അള്ളാഹുവിനോട് ഇത് പറയുന്നു. പരിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുന്നു, വമൻ ശക്കറ ഫഇന്നമാ യശ്കുറു ലിനഫ്സി, നിങ്ങൾ ആരെങ്കിലും നന്ദി ചെയ്യുന്നുവെങ്കിൽ ഫഇന്നമാ യശ്കുറു ലിനഫ്സി, അത് തന്റെ ഗുണത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിന് നമ്മൾ നന്ദി ചെയ്തത് കൊണ്ട് ഒന്നും ലഭിക്കാനില്ല. വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം, നമ്മൾ നന്ദി കേട് കാണിച്ചാൽ അള്ളാഹു വളരെ ഐശ്വര്യവാനും നമ്മളുടെ നന്ദിക്ക് കാത്തിരിക്കുന്നവനുമൊന്നുമല്ല. പിന്നെ നമ്മൾ നന്ദി ചെയ്യുന്നത് നമ്മളുടെ ഗുണത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഹദീസിന്റെ ഇടയിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം, അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിൽ അടിമകളോട് പറയുന്നു, യാ ഇബാദി, എന്റെ അടിമകളെ, മനുഷ്യന്മാരെ, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും, നിങ്ങളിൽ ആദ്യമുള്ളവരും അവസാനമുള്ളവരും, അഥവാ മനുഷ്യ കുലത്തിന്റെ തുടക്കം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള സർവരും, വ ഇൻസക്കും വ ജിന്നക്കും, മനുഷ്യർ മാത്രമല്ല മനുഷ്യരും ജിന്നുകളും എല്ലാവരും, കാനു അലാ അഫ്ജരി ഖൽബി റജുലിൻ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും തെമ്മാടിയായ ഒരു മനുഷ്യനുണ്ട്, ആ തെമ്മാടിയായ മനുഷ്യനെ പോലെ നിങ്ങൾ മുഴുവനും അതപ്പതിച്ചു എന്ന് വിചാരിക്ക്. അള്ളാഹു പറയാൻ, ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരും ജിന്നുകളും അവരുടെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ തെമ്മാടിയായ നന്ദി കെട്ടവനായ മനുഷ്യനെ പോലെ അതപ്പതിച്ച് ഒരു നന്ദിയും ഇല്ലാത്തവരായി മാറിയാലും എന്റെ അധികാരത്തിൽ നിന്ന് ഒരു തരിമ്പും കുറഞ്ഞു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളുടെ നന്ദി കൊണ്ടോ നിങ്ങളുടെ ഇബാദത്ത് കൊണ്ടോ ഒന്നും അല്ല എന്റെ അധികാരവും എന്റെ നിലനിൽപ്പും എന്ന് വിചാരിച്ചിട്ട് ആരും എനിക്ക് നന്ദി ചെയ്യണ്ട. പക്ഷെ നിങ്ങൾ നന്ദി ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണത്തിനാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നന്ദി കാണിക്കുക എന്നത് ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് നിർബന്ധമാണ്. നന്ദി കേട് കാണിക്കുക എന്നത് വലിയ ദുരന്തമാണ്. നന്ദി കേട് കാണിക്കുന്നവർക്ക് പരിശുദ്ധ ഖുർആൻ വലിയ താക്കീത് നൽകുന്നുണ്ട്. എന്നാൽ നന്ദി ചെയ്യുന്നവർക്കോ വലിയ പ്രോത്സാഹനവും അല്ലാഹു നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിന്റെ 7-ാമത്തെ ആയത്ത്, വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. വളരെ വളരെ ചിന്തിക്കേണ്ട ഒരു വചനമാണിത്. വഇദ് തഅദ്ദന റബ്ബുക്കും, ഇതാ നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിക്കുന്നു, അല്ലാഹുവിന്റെ പ്രഖ്യാപനം, ലഇൻ ശകർതും, നിങ്ങൾ നന്ദിയുള്ളവരായാൽ, നിങ്ങൾ നന്ദി കാണിക്കുന്നവരായാൽ, ലഅസീദന്നകും, നിശ്ചയം നാം നിങ്ങൾക്ക് വർധനവ് നൽകുക തന്നെ ചെയ്യും. എന്ത് വർദ്ധിപ്പിക്കുമെന്ന് ഖുർആൻ വ്യക്തമാക്കിയില്ല. മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു, അള്ളാഹു പ്രതിഫലം വർദ്ധിപ്പിച്ചു തരാം, അള്ളാഹു നമ്മൾക്ക് നൽകുന്ന ഉപകാരങ്ങൾ വർദ്ധിപ്പിച്ചു തരാം, അള്ളാഹു നമ്മളുടെ പദവികൾ വർദ്ധിപ്പിച്ചു തരാം, അള്ളാഹു നമ്മളുടെ ജീവിതത്തിൽ ബറക്കത്ത് വർദ്ധിപ്പിച്ചു തരാം, അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ റഹ്മത്ത് വർദ്ധിപ്പിച്ചു തരാം എന്ന് വേണ്ട എന്തൊക്കെ ഖൈറുണ്ടോ ആ ഖൈറൊക്കെയും അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. എപ്പോ? ലഇൻ ശകർതും, നിങ്ങൾ നന്ദിയുള്ളവരായാൽ. നന്ദി അത് മനുഷ്യരിൽ ഉണ്ടായേ പറ്റൂ. ഇനിയോ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വലഇൻ കഫർതും, ഇനി നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ,
നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന അദാബീ ലശദീദ്, എന്റെ ശിക്ഷ വളരെ കടുത്തതും കടവരവുമായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതൊരു ശക്തമായ താക്കീതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്ദിയുള്ളവരാവണം. നന്ദികേടിന്റെ ഭയാനകമായിരിക്കും അതിന്റെ ദുരന്തം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജനങ്ങൾക്കിടയിൽ ആളാവാൻ വേണ്ടിയാണ് പലരും നന്ദികേട് കാണിക്കുന്നത്. നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ. ജനങ്ങൾക്കിടയിൽ ആളാവാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനെ മറക്കുകയാണ്. അള്ളാഹുവിന്റെ മുന്നിലാണ് ആളാവേണ്ടത്. അതിനു പകരം നമ്മൾ ജനങ്ങൾക്ക് മുന്നിൽ ആളാവാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനുവേണ്ടി ഏറെ നന്ദി ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ പോലും നമ്മൾ നന്ദി കെട്ടവരായി മാറുന്നു. ഉദാഹരണമായി, നമ്മുടെ വീട്ടിൽ നമ്മുടെ മകന്റെ അല്ലെങ്കിൽ മകളുടെ ഒരു വിവാഹം നടക്കുകയാണെന്ന് വിചാരിക്ക്. മനുഷ്യർ പലപ്പോഴും നന്ദി കെട്ടവരായി മാറുന്നത് ഇത്തരം ഇവന്റ്സുകളിലാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പൊങ്ങച്ചം കാണിക്കാൻ ശ്രമിക്കുന്നത്, തന്റെ വലിപ്പത്തരം നാട്ടുകാരറിയട്ടെ, നാലാൾ എന്നെ കുറിച്ച് പറയട്ടെ എന്ന് വിചാരിക്കുന്നത് നമ്മളുടെ ചില പരിപാടികളിലായിരിക്കും. ഉദാഹരണമായിട്ടൊരു മകന്റെ അല്ലെങ്കിൽ ഒരു മകളുടെ വിവാഹം നടക്കുകയാണ്. അന്നത്തെ ദിവസം എല്ലാ ഹലാലിനെയും അതേപോലെ അള്ളാഹുവിന്റെ സർവ്വ വിധിവിലക്കുകളെയും കാറ്റിൽ പറത്തുന്ന ദിവസമായി നമ്മളിൽ പലരും മാറ്റുകയാണ്. ആരോഗ്യവാനായ ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ അള്ളാഹു തന്നു. അവൾക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ വളർത്താൻ അവസരം തന്നു. അവളൊരു മാനസിക രോഗിയായില്ല, അവളൊരു മന്ദബുദ്ധിക്കാരിയായില്ല, അവൾക്ക് കടുത്ത രോഗങ്ങളൊന്നും എൻ്റെ റബ്ബ് തന്നില്ല. ഇന്ന് ഞാൻ അവളെ ഒരു പുരുഷന്റെ കൈപിടിച്ചേൽപ്പിക്കുകയാണ് എന്നൊരു പാപ്പ മനസ്സാലോചിച്ചിരുന്നുവെങ്കിൽ നന്ദി കൊണ്ട് അയാളുടെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുമായിരുന്നു. എൻ്റെ റബ്ബ് എനിക്ക് തന്ന തൗഫീഖ് എത്ര വലുതാണ്, ഈ റബ്ബിന് ഞാൻ ഇന്നത്ര നന്ദി ചെയ്യണം എന്ന് ഒരു മനുഷ്യന്റെ മനസ്സിങ്ങനെ പറയുമായിരുന്നു. തന്റെ മകൻ പുതിയാപ്പിളയായി ഇറങ്ങുമ്പോ ഒരു ഉമ്മാന്റെ ഒരു ബാപ്പാന്റെ കണ്ണ് അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് നിറഞ്ഞൊഴുകണം. എന്റെ മോൻ അഭിമാനത്തോടുകൂടെ ഇന്നവൻ ഒരു നിക്കാഹിന് വേണ്ടി ഇറങ്ങുകയാണ്. ഇത് ചിന്തിക്കുന്നതിന് പകരം ഇന്ന് ഞാൻ ആരാണെന്ന് നാട്ടുകാരറിയണം, ഇന്നെന്റെ പണത്തിന്റെ പെരുമ എത്രയാണെന്ന് നാട്ടുകാർ അഭിപ്രായം പറയണം എന്ന് ചിന്തിച്ചിട്ട് സർവ്വ വിധിവിലക്കുകളെയും കാറ്റിൽ പറത്തുന്ന ദിവസമായി അന്നത്തെ ദിവസത്തെ ചിലർ മാറ്റാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു നിക്കാഹ് നടക്കുമ്പോ നിങ്ങൾ നോക്കൂ, ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ തസവ്വജൽ അബ്ദു ഫഖദ് ഇസ്തക്മല നിസ്ഫ ദീനിഹി. അതേപോലെ പുതിയാപ്പിളയുടെ ഒരു പോക്കുണ്ട്, ഒരു വരവുണ്ട്. ആ ദിവസം അവൻ ആരാണെന്ന് അവൻ മറന്നുപോവാൻ. അവൻ ഏറിൽ പാറി നടക്കുകയാണ്. അവന്റെ കൂട്ടുകാർ അവനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ പരിസരം മറന്നുപോകുന്നു. അവൻ അള്ളാഹുവിനെ മറക്കുന്ന ദിവസമാക്കി മാറ്റുന്നു. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ വിവാഹം എന്ന് പറയുന്നത്, ഒരടിമ വിവാഹം ചെയ്യുമ്പോ ഫഖദ് ഇസ്തക്മല നിസ്ഫ ദീനിഹി, അവന്റെ ദീനിന്റെ നേർ പകുതിയെ അവൻ പൂർണ്ണമാക്കിയിരിക്കുന്നു. ഫൽയത്തഖില്ലാഹ ഫിന്നിസ്ഫിൽ ബാഖി, ബാക്കിയുള്ള പകുതിക്ക് വേണ്ടി അവൻ അള്ളാഹുവിന് തഖ്വ ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ, ഒരു കാനോത്ത് നടക്കുമ്പോ ആ വധൂവരന്മാർ അള്ളാഹുവിലേക്ക് വല്ലാതെ അടുത്ത ഒരു ദിവസമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ അന്നത്തെ ദിവസം ഒരു മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് എത്ര ദൂരത്താവാൻ കഴിയുമോ എന്ന ഗവേഷണമാണ് പല കല്യാണ വീടുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി കാണിക്കേണ്ടതിന് പകരം നന്ദികേടിന്റെ കൂത്തരങ്ങുകൾ തീർക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ദൂരത്തിന്റെ അതേപോലെ പൊങ്ങച്ചത്തിന്റെ ദിവസമാക്കി നമ്മൾ അതിനെ മാറ്റുന്നു. ഇന്നിപ്പോ ആൺ പെൺ എന്ന് പറയുന്ന വ്യത്യാസം തന്നെ എടുക്കപ്പെട്ടിരിക്കുന്നു. പുരുഷന്മാർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നത് സ്ത്രീകൾ, സ്ത്രീകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നത് പുരുഷന്മാർ. ആണും പെണ്ണും ഇടകലർന്ന് ഒരു ടേബിളിന്റെ ചുറ്റും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു. നേരം പുലർന്നത് മുതൽ, പുതിയാപ്പിള ഡ്രസ്സ് മാറിയത് മുതൽ അന്ന് രാത്രി വരെ പൊതുവേദിയിൽ വെച്ചുകൊണ്ട് ആണും പെണ്ണും, അന്യരും അകന്നവരും ജാതിയിൽപ്പെട്ടവരും പെടാത്തവരും ഒക്കെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മത്സരിക്കുന്നു. അവിടെ ഗാനമേള അരങ്ങ് തകർക്കുന്നു, ബാൻഡ് മേളങ്ങൾ ശബ്ദമുഖരിതമാക്കുന്നു, മാലപ്പടക്കത്തിന് തീ കൊടുക്കുന്നു, വർണ്ണത്തിൽ ചാലിച്ച പുതിയാപ്പിളയെ കൊണ്ടുവരുന്നു. ചിലർ പുതിയാപ്പിളയെ തട്ടിക്കൊണ്ടുപോകുന്നു, ചിലർ മണവാട്ടിയെ തടഞ്ഞു വെച്ച് വിലപേശുന്നു. ഇത്ര പണം തന്നാലേ വിടൂ എന്ന് പറയുന്നു. ഇങ്ങനെ നമ്മുടെ മനോഹരമായ മജ്‌ലിസുകളെ പോലും വളരെ വൃത്തികെട്ടതാക്കി മാറ്റുന്ന ഒരു ദിവസമായി നമ്മളുടെ പല ഇവന്റ്സുകളും മാറുന്നത് വളരെ ഖേദകരമാണ്. ഇവിടെയാണ് നാം പറയുന്നത്, നന്ദികേട് കാണിക്കുന്നവരായി നമ്മൾ മാറരുത്.
അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഓരോ അനുഗ്രഹത്തെയും മക്കമിട്ടുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകുകയാണ്. രണ്ട് കൈയും കെട്ടി ഒരു ചാണുയരത്തിൽ സൂര്യൻ പ്രോജ്വലിക്കുന്ന ദിവസം ഈ കാണിച്ചു കൂട്ടുന്ന ഓരോ തിന്മക്കുമെതിരെ നാം മറുപടി പറയേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ നന്ദികേടിന്റെ ഫലങ്ങൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഒരു ഹദീസിൽ കാണാം, വൈനൽ ഇബാദ ഇദാ അതഊനി, അല്ലാഹു പറയുന്നു, അടിമകൾ എന്നെ അനുസരിക്കാൻ മുതിർന്നാൽ, എന്നെ അനുസരിക്കുന്ന അടിമകൾക്ക് ഹവ്വൽതു ഖുലൂബ മുലൂകിഹിം അലൈഹിം ബിർറഹ്മതി വറഉഫ, ഞാൻ അവർക്ക് അധികാരത്തിലേക്ക് വരുന്ന ആളുകളെ, റഹ്മത്തുള്ള നല്ല ഭരണാധികാരികളെ ഞാൻ അവർക്ക് അധികാരത്തേക്ക് കൊണ്ടുവരും. അതേ സമയത്ത് എൻ്റെ അടിമകൾ നന്ദി കെട്ടവരും ദോഷികളുമായി മാറിയാൽ അവരുടെ ഭരണാധികാരികളെ കൊണ്ട് തന്നെ നാം അവരെ പാഠം പഠിപ്പിക്കും. വർഗീയവാദികളായ, വിഘടനവാദികളായ, അക്രമകാരികളായ ഭരണാധികാരികളെ ആയിരിക്കും അവർക്ക് ലഭിക്കുന്നത്. അവരുടെ ദുആ മാത്രം അതിന് ഫലം മതിയാവില്ല. നമ്മളൊരു ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്നവരാണ്. വർഗീയവാദികളും അഹങ്കാരികളും അധികാരത്തിൽ വന്നാലുണ്ടാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുമ്പോ തന്നെ അള്ളാഹുവിന് നന്ദിയുള്ളവരാവണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ കടുത്ത ആളുകളെ ഞാൻ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ വേദനിപ്പിക്കുമെന്ന് അള്ളാഹുവിന്റെ പുണ്യപ്രവാചകരുടെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നന്ദിയുള്ളവരായി മാറണം. നന്ദി വിശ്വാസിയുടെ അടയാളമാണ്. അള്ളാഹു നമ്മെ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഓരോ നല്ല ദിവസങ്ങളും അള്ളാഹുവിനെ ഓർക്കാനുള്ള ദിവസമാക്കി മാറ്റാൻ നമുക്ക് സാധ്യമാവട്ടെ. ഇന്ന് ജുമുഅ കഴിഞ്ഞ് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോ 4 വയസ്സുള്ള ഒരു കുഞ്ഞുമോനെ സഹായിക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപസ്മാരം വർദ്ധിച്ച് ശരീരത്തിൽ എവിടെയൊക്കെയോ തടസ്സം വന്നു, ശരീരത്തിന്റെ ഞരമ്പുകൾക്ക് തടസ്സം വന്നു, ഒരു ഭാഗം തളർന്നു പോയ ഒരു കുഞ്ഞുമോൻ, അവന്റെ വലത് കൈയും വലത് ഭാഗവും തളർന്ന് ഓരോ മാസവും 45,000 രൂപ ചികിത്സക്ക് വേണമെന്നറിയിച്ച് എൻ്റെ ഒരു സുഹൃത്തിന്റെ കുട്ടി കൂടെയാണ്. വളരെ വേദനയോടുകൂടെ നമ്മെ സഹായിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും കഴിവിന്റെ പരമാവധി ആ കുഞ്ഞുമോനെ സഹായിക്കാൻ മുന്നോട്ട് വരണം. അല്ലാഹു തആല വളരെ പെട്ടെന്ന് പരിപൂർണമായ ശിഫ ആ കുട്ടിക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.